പ്രൊട്ടക്ട് ടാനിങ്ങിന്റെ ടാനിങ്ങും വിചാരിച്ചിട്ടുണ്ട് എത്ര ദിവസത്തേക്ക് നമുക്ക് നോക്കാം. മാം റൂം സർവീസ് നടക്കും മാത്രമേ ഉള്ളൂ. എന്റെ മാനന്തത് കൈ പൊണ്യം നമ്മൾ ഒറ്റ പ്രൂഫ് കൊടുക്കൂല. കെട്ടി വെടി വെക്കാൻ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. കുന്തം ഞാൻ വിചാരിച്ച് ജനല് തുറന്ന് കിടക്കണം. കാരണം അതുപോലത്തെ ഒരു ജനലാണ് ഗൈസ്. പെട്ടെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല, അടച്ചാണിരിക്കണം തുറന്നാണിരിക്കണം. വാട്ട് ഈസ് ടുഡേ? ഇന്നാണ് ഡേ ഇൻ മൈ ലൈഫ്. ആൻഡ് ഇന്ന് നമ്മുടെ വീട്ടിൽ ഗൈസ് ആദ്യത്തെ രാവിലെ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഉച്ചയാ പറയും, ഞാൻ ലേറ്റ് ആയിട്ട് എണീറ്റത്. സോ ഇന്ന് നമ്മുടെ വീട്ടിലെ ആദ്യത്തെ ദിവസമാണ് ഗൈസ്. സോ എനിക്ക് എന്തായാലും വ്ളോഗ് ചെയ്യണമായിരുന്നു, നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമായിരുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് പങ്കിടാം. ലെറ്റ്സ് ഗോ. വലിയ വെച്ചിട്ടില്ല, വേഗം ഓടിക്കോ, കാരണം ബ്രഷ് കിട്ടണില്ല. നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യേണ്ട ഇടയ്ക്ക് എവിടെ കൊണ്ടുവച്ചേക്കണമെന്ന് എനിക്ക് ഓർമ്മയില്ല. ബ്രഷ് ഏറ്റാതെ ഞാൻ നിങ്ങളെ എല്ലാവരുമായിട്ട് പരിചയപ്പെടുത്തിയേക്കാം. പപ്പ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പപ്പ ഇവിടെ എന്തുണ്ടാക്കണം എന്നറിയാമോ? എന്താ പപ്പ ഉണ്ടാക്കണേ? സ്പെഷ്യൽ റായ്ത്ത. റായത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ഓ മൈ ഗോഡ് ഗൈസ്, നിങ്ങൾക്ക് റായത്ത് എന്താണെന്ന് അറിയാൻ അറിഞ്ഞൂടെ? ഞാൻ റെസിപ്പി പപ്പടെ നിന്ന് മേടിച്ച് ഞാൻ പറഞ്ഞു തരാട്ടാ. സൂപ്പർ ഐറ്റം. ഓ ഗോഡ്, ഈ ചൂട് കാലത്ത് കുടിക്കേണ്ട സാധനം. ടേസ്റ്റി എന്ന് പറഞ്ഞാൽ. ഗുഡ് മോർണിംഗ് മമ്മി. വേഗം ഷിഫ്റ്റിംഗ് അടിപൊളി. മോള് താമസിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇവിടെ ജസ്റ്റ് റാൻഡം ആയിട്ട് ഇങ്ങനെ ഇതൊക്കെ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. കാരണം കർട്ടൻസ് ഇല്ലെങ്കിലേ തോറ പോലത്തെ കണ്ണാടി, അപ്പൊ എല്ലാം ഇങ്ങടേക്ക് സീ ത്രൂ ആയിട്ടിരിക്കും, ചെക്ക കാണും. അപ്പൊ അതുകൊണ്ട് ഒരു മറയ്ക്ക് വേണ്ടിട്ട് ഇട്ടേക്കണം. ബാക്കി നമുക്ക് പതുക്കെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് എല്ലാം അലങ്കോലായിട്ടിരിക്കുകയാണ്. യു ക്യാൻ സീ ദാറ്റ്. യെസ്, ഞാൻ ഇന്നലെ ഇവിടെ കിടന്നു തുടങ്ങിയത്. ഞാൻ അല്ലെങ്കിൽ ഇങ്ങനെ കിടക്കാം എന്നാണ് വിചാരിക്കുന്നത്. സോ ദാറ്റ് നമ്മുടെ സ്പേസ് കൂടുതൽ പോകില്ല. അല്ലാതെ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ റൂം. ഇന്ന് വൃത്തിയാക്കണം, അല്ലെങ്കിൽ മമ്മീനെ ഓടിക്കും. ആൻഡ് ഏറ്റവും ആദ്യത്തെ കാര്യം, ഫൈനലി എനിക്കൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട് ഗൈസ്, ക്യാമറ വെക്കാനായിട്ട്. അയ്യോ സോറി, അത് കുറച്ച് സസ്പെൻസാ. ഇപ്പോഴേ എനിക്ക് പഠിക്കാൻ പറ്റില്ല. പിന്നെ ഹോം ടൂറിൽ ഞാൻ നിങ്ങളോട് എന്ത് ഷെയർ ചെയ്യും. ഇന്നലെ ഞാനും മമ്മിയും പപ്പയും ഞങ്ങൾ പുറത്തായിരുന്നു കഴിക്കാൻ പോയിരുന്നത്. ബിക്കോസ് നമ്മുടെ ഈ വീട്ടില് ഗ്യാസ് പൈപ്പ് കണക്ഷൻ വന്നിട്ടില്ല ഗൈസ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് സിലിണ്ടർ ഒരെണ്ണം ഉണ്ടായിരുന്നു. അന്ന് ഗൃഹപ്രവേശ സമയത്ത് ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ പറയാൻ വന്നത്, അപ്പൊ ഇന്നലെ ഞങ്ങള് കഴിക്കാൻ പോയി. പക്ഷെ ഞാൻ ഹെയർ വാഷ് ചെയ്തിരുന്നിട്ടാ. ഹെയർ വാഷ് ചെയ്തത് എപ്പോഴാ? വൈകുന്നേരം. അപ്പൊ ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല, എന്ന് ഉണങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ലൂസായിട്ട് കെട്ടി വെച്ചതാ. പക്ഷെ ഇന്നലെ മുടി ഞാൻ അഴിച്ചത് വൈകുന്നേരം ഞങ്ങൾ പുറത്ത് കറങ്ങാൻ പോകുമ്പോഴാട്ടാ. കറങ്ങാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനായിട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്തിട്ടേ മുടി ചീപ്പുമ്മ കിടന്ന് കുടുങ്ങുകയായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇങ്ങോട്ട് കെട്ടി വെച്ചതാ. രാത്രി പേടിച്ച് കെട്ടി വെച്ച് രാവിലെ എന്താ അവസ്ഥയെന്ന് ചോദിച്ചിട്ട് ഭയങ്കര ജട, ഭയങ്കര ജട. വിടുത്തി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ സീറം ഒന്നും കാണുവാനായിട്ട് എനിക്ക് ഓർമ്മയില്ല ഞാൻ എന്താ എവിടെ വെച്ചേന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് തപ്പി പിടിച്ചെടുക്കാം. ഭാഗ്യവർണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതിന്റെ 2 പമ്പ് എടുക്കാം. അല്ലെങ്കിൽ ഈ ജടേനെ നമുക്ക് നല്ല ഐശ്വര്യം. നമുക്ക് ഇതിൻ്റെ 2 പമ്പ് എടുത്തിട്ട് ഓക്കെ. കാരണം അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജടയുടെ അകത്തൊക്കെ പോയിട്ട് അത് ഇങ്ങനെ കിടന്ന് സ്ലിപ്പ് ആവുമല്ലോ. അപ്പം ജട വേഗം നമുക്ക് കളയാൻ പറ്റും. എവിടെയൊക്കെയാണോ ജട? മെയിനും ഇവിടെ ഇരുന്നിട്ടാ. ഓക്കെ, ഇത് തേച്ച് വെച്ചിട്ട് ഞാൻ ഇപ്പം എന്തായാലും എന്താ ജട വിടത്തില്ല. ബിക്കോസ് അത് കുറച്ചേരം ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ നന്നായിട്ട് ജട കിട്ടും. അതുപോലെ ഞാനിവിടെ ചീകാനും പോണില്ല. ഞാൻ അങ്ങനെ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മുറിയിലൊന്നും ചീകില്ല, ബാത്റൂമിൽ പോയി ചീകോളൂ. ഒരുമിച്ച് എല്ലാം പോയിട്ട് അവിടെ കറക്റ്റ് ആകുമ്പോൾ വാരി കളയാലോ. പിന്നെ അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. എത്ര ദിവസത്തേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ബ്രഷും പേസ്റ്റും പോയി നോക്കാം. ഓക്കെ ഗൈസ്, ഫൈനലി വി ഗോട്ട് അവർ ബ്രഷും പേസ്റ്റും. പപ്പ എല്ലാം നോക്കിയും കണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിടന്ന് പാടുപാടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ബാത്റൂം. അപ്പോൾ ബാത്റൂമിൽ ഇത്ര ഐറ്റംസ് ഞാൻ വെച്ചിട്ട് ഇത് കണ്ടോ, ഇത് ഇവിടെ വച്ചെന്ന് മാത്രമേ ഉള്ളൂ. കച്ചറ മുറിയിൽ വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഇത് ഞങ്ങൾക്ക് ഇന്നലെ റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ പോയപ്പോൾ കിട്ടിയത്. നല്ല ടേസ്റ്റൊക്കെ. സ്വീറ്റ് പാൻ, മീഠാ പാൻ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഇങ്ങനെ ടൂട്ടിയൊക്കെ ഉണ്ടാവൂലേ? യെസ്, അതൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. നിങ്ങൾ ഇവിടെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ പല്ലേക്കെ ഉണ്ട്. പല്ലേക്കട കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല. പിന്നെ വരെ പല്ലേച്ചിട്ട് പല്ലേച്ചു. ബൈ ദ ബൈ, ഞാൻ നിങ്ങളോട് പറയേണ്ട കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പതുക്കെ ഷെയർ ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പൊ കഴിച്ചു കഴിഞ്ഞാ ഓക്കെ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണ് ഉപ്പുമാവ്. ഇപ്പൊ റെഗുലർലി നമുക്ക് ഉപ്പുമാവാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതിനകത്ത് ഇങ്ങനെ ഗാജർ. അപ്പൊ ഗാജർക്കൊക്കെ പോലത്തെ മലയാളം ക്യാരറ്റിന് മാത്രമല്ലേ? ക്യാരറ്റ്
അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെജിറ്റബിൾ ഉപ്മാവ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ബൈ ദ വേ. ഓക്കെ, എൻ്റെ ചായ ഇച്ചിരി ചൂടാറിയിട്ടുണ്ട്. ഉപ്മാവ് വേണ്ടി ഞാൻ ഇച്ചിരി ചായ സിപ്പ് കുടിക്കാറുണ്ട്. യെസ്, നിങ്ങൾ എന്നെ ചായ കുടിക്കാനായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ വന്ന് ഞാൻ ഓരോ ശീലം പിടിച്ചേക്കണത്. ചൂടാക്കാം. ഓ മൈ ഗോഡ്, ഇതൊന്നും നടുക്കിലത്തേന് ഇത്ര. ഓ ഹാ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് നമുക്ക് പൈപ്പ് ലൈൻ വന്നിട്ടില്ല. അപ്പം നമ്മളത് ഇപ്പൊ കുറച്ച് നാളത്തേക്ക് ഈ സിലിണ്ടർ വെച്ചിട്ടാണ് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഭയങ്കര ഇത് തന്നെ. ആക്ച്വലി എനിക്ക് ചായ കുടിക്കാനുള്ള മനസ്സുണ്ട്, പക്ഷെ നമുക്ക് റായത്ത റെഡി ചെയ്യണം. അപ്പം നമുക്ക് കുറച്ചായിട്ട് എന്തായാലും റായത്ത കുടിക്കാമല്ലോ. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഉപ്പുമാവ് എടുക്കാം. എല്ലാത്തിനകത്തുണ്ട്. എൻ്റെ ഒരു പാത്രമുണ്ട് ഗൈസ്, സ്ഥിരമുള്ള പാത്രം എവിടെ പോയി, പക്ഷെ അതിപ്പോൾ എടുക്കണില്ല. ഉപ്മാവൊക്കെ കഴിക്കാത്ത ഇതുപോലത്തെ പാത്രം മതി, വേറെ നിരത്തിന്ന് പറഞ്ഞ് മമ്മീനെ കയ്യില് കബോർഡ് സെറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ മമ്മി. അപ്പം ഈ ഒരാവശ്യമില്ലാത്ത 2 ഓർഗനൈസർ ഞാൻ മേടിച്ചത് ഇപ്പം എങ്ങും വെക്കാത്ത അവസ്ഥയിലാണ്. അത് മമ്മിക്ക് കൊള്ളിക്കാൻ അറിയണില്ല. അതാ കഴിഞ്ഞ അവിടെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലേ ഞാൻ വെച്ചപ്പോ മനുഷ്യനെ കൊല്ലാനായിട്ട്. നോക്കട്ടെ, വെയിറ്റ് ബേബി, കണ്ട ഇങ്ങനെയുണ്ട് എൻ്റെ കയ്യിന്റെ പുണ്യം. നോക്ക്, കൈ പുണ്യം. ഓക്കെ ഗൈസ്, പപ്പ ഓക്കെ. പപ്പ ഇവിടെ കുറച്ച് ഡ്രസ്സുകൾ മടക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. വി ഹാവ് ടു സോർട്ട് ഇറ്റ്. പപ്പ ഇവിടെ തൂക്കാനായിട്ടില്ലേ? ഈ ഹാങ്കർ തരട്ടെ, പാന്റ് എന്തെങ്കിലും തൂക്കാൻ ഒന്നുമില്ലേ? അപ്പോ പപ്പയ്ക്ക് ഹൈറ്റ് എത്തില്ലെങ്കിൽ ഞാൻ ചെയ്യണോ? ഓക്കെ ഡൺ. ഇനി പപ്പ പപ്പയുടെ പാൻ്റൊക്കെ തൂക്കിക്കോട്ടെ. പപ്പയുടെ കളക്ഷനാ ഗൈസ് ഇത്. പപ്പ ഇതാണോ ട്രാക്ക് നമ്മുടെ? कैसा लगा चलने में मजा आ रहा है? ഓക്കെ, ഇതിനകത്ത് സിബ് ഉണ്ടല്ലേ? അല്ല പപ്പ ഇത് തന്നെ ട്രെയിനിൽ ഇട്ടാൽ മതി, നല്ല സുഖം ഉണ്ടാവും. പപ്പയുടെ ഡ്രസ്സുകൾ ഇവിടെ ഓർഗനൈസ് ആയി കഴിഞ്ഞു ഗൈസ്. അത്തോ നിക്കോ അത് പപ്പയ്ക്ക് മറ്റത് വേണം, വെള്ള ഇങ്ങനെ നിക്കണേ. അത് തന്നെങ്കിൽ തരാം, മറ്റേ ബാത്റൂമിൽ ഇരിക്കണ പോലെ തന്നെ. അरे पापा बेल्ट जो होता है ना उसमें नहीं करने का, ആ പാന്റിന്റെ പുറകിൽ ടാഗ് ഉണ്ടാവും, उसपे तूकल करने का. देखो ये ऐसा आता है ना, ऐसा ये देखो ऐसा പാന്റിന്റെ പുറകിൽ ഉണ്ടാവൂലേ, അതില്ലേ? ദേ കണ്ട, ഇത് കണ്ട, ദേ ഇവിടെ നോക്കൂ पापा, देखो ये देखो उसपे तूकल करने का. देखा, शाबाश. एक काम करो ना पापा, वो प्ले बटन निकाल दो उसके नीचे है ना. പപ്പ നാട്ടിൽ നിന്ന് നമ്മുടെ പ്ലേ ബട്ടൺ എടുത്തോണ്ട് വന്നിരുന്നു നമുക്ക് വെക്കാട്ടാ. മാം, റൂം സർവീസ്. Would you like to have tea? ഇറങ്ങണുണ്ടത്. Would you like to have coffee? ഇങ്ങോട്ടുണ്ടോ? Successfully ignored. ലൈറ്റ് ഇടട്ടെ? ഇത് വേണോ ഇത് വേണോ? तो ജനൽ തുറക്കണില്ല, ഒന്നുമില്ല. കേസ് ഇരുട്ട് മുടി ഓരക്കാൻ ഇതൊക്കെയല്ലേ ട്യൂബ് ലൈറ്റാ. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിനകത്ത് നമ്മുടെ കുറെ ഉടുപ്പുകളുണ്ട് കേട്ടോ. കുറെ ഹോൾ വീഡിയോ ചെയ്തതുകൊണ്ട് പിന്നെ എനിക്ക് വേണ്ടത് റെഗുലർലി ഇടേണ്ടതും ഉണ്ട്. അപ്പൊ നമുക്ക് റെഗുലർ ഇടേണ്ടതൊക്കെ അതിനകത്തേക്ക് ആക്കാം. മമ്മി എല്ലാം അതിലേക്ക് ആക്കല്ല ഏട്ടാ. ആദ്യം വീട്ടിലിടുന്നതും ജിമ്മിന്റെ ഒക്കെ അതിനകത്തേക്ക് ആക്കട്ടെ, എന്നിട്ട് ഇങ്ങനത്തെ എത്നിക്ക് ആക്കിയാൽ മതി നമുക്ക്. മമ്മി ഇപ്പൊ അതൊക്കെ ആക്കണതേ എനിക്ക് റെഗുലർലി വേണ്ടതല്ല, അതൊക്കെ നമുക്ക് പെട്ടിയിലാക്കി വെക്കാം. ജിമ്മിലിടുന്നതും നൈറ്റ് ഡ്രസ്സുകളൊക്കെ ഇല്ലേ, പിന്നെ 2 എണ്ണം മാത്രം നമുക്ക് കുർത്തി അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനുള്ളത് മതി. ബാക്കി ലെഗിൻസ് അതൊക്കെ എടുത്ത് ഇവിടെ തന്നെ വെച്ചാൽ മതി. അതിനകത്താ അത് ജിമ്മിന്റെ ഐറ്റംസ് അടക്ക. ആ വീട്ടിലിടുന്നതുണ്ട് 2 എണ്ണം. ഹം ഭീ ദീവാനേ തേരേ ഹോനേ ലഗേ, ഹം ഭീ ദീവാനേ തേരേ. കോപ്പിറൈറ്റ് അടിക്കൂലോ. ഓക്കെ, ബാത്റൂമിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം അത് ചെയ്യാം, എന്നിട്ട് പിന്നെ ഇവിടെ ഇതുള്ളതൊക്കെ അതിൻ്റെ അകത്തേക്ക് കയറ്റാം. ഓക്കെ, അപ്പം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം. അപ്പം ഇതുപോലെ ഞാൻ കുറച്ച് ഡോറ് ഹാങ്കിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാകുമ്പോൾ ഇത് തുളക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെ ഡയറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലൈറ്റ് ഇട്ടെ. അയ്യോ ഇടിവെട്ട് വലിച്ചോ. ഓക്കെ, കൈ അവിടെ വരെ എത്തിയാൽ മതിയത്. എന്റെ മാനത്. ഓക്കെ, അപ്പൊ ഇത് ഉണ്ടാവുമ്പോഴേ നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് സുഖമാണ് കേട്ടോ. ഇത് മതി ഇത്രയും താഴത്ത്. ഇതാവുമ്പോ ഒത്തിനൂടെ കയറും, വേണ്ടാത്ത പടിക്ക് പോകണ്ട. ഓക്കെ, ഈ ലൈറ്റ് ഇട്ടപ്പോ നോക്കി വെളിച്ചാൽ. ഓ മൈ ഗോഡ്, നമുക്ക് ഈ ബാത്റൂമിൽ തന്നെ ഒരു കല്യാണം നടത്താം. അത്രയും വെളിച്ചു. പൊട്ടയായിട്ടുള്ള ഇങ്ങനെ തൂങ്ങുന്ന ഒരു സാധനം കൂടെ ഉണ്ടെങ്കിലേ പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് അതിനകത്ത് വെക്കാം. ഒരു മിനിറ്റ് തൂങ്ങല് വരും. കൃഷ്ണ. അപ്പൊ അയ്യന്റെ അവിടെ പോയി നമ്മളിവിടെ ഒരു മിറർ വെക്കും. നമ്മുടെ ആ തൂങ്ങിയിരിക്കണ മിറർ ഉണ്ടായിരുന്നില്ല, ബെൽറ്റ് ഉള്ളത്, ആ മിറർ വെക്കും. അപ്പൊ ഇതിങ്ങനെ ഹൈഡ് ആവും. ഞാൻ ഇലക്ട്രീഷ്യനോട് പറഞ്ഞിട്ട് സ്വിച്ച് താഴെ വെപ്പിച്ചിട്ടുണ്ട് കേട്ടാ. യെസ്,
ചാർജിങ് പോയിന്റ്. ആക്ച്വലി ചാർജിനൊന്നും അല്ല, ഞാനിപ്പോ ആലോചിച്ചിട്ടുണ്ട് ഞാനിനി ബാത്റൂമിലോട്ട് ഒരിക്കലും ഫോൺ കൊണ്ടുപോകില്ല എന്നുള്ളത്. അതെന്റെ പുതിയ റിസൊല്യൂഷൻ ആണ് ഗൈസ്. യെസ്, ന്യൂ ഇയർ ഒന്നും ഇല്ലാത്ത ഒരു റിസൊല്യൂഷൻ. ഇത് ഞാൻ വെച്ചേക്കാം നമുക്ക് ഓരോ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എക്സ്ട്രാ ലൈറ്റിങ്സിന് വേണ്ടിയിട്ട്. അവിടെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, കാണാൻ പറ്റുന്നുണ്ട്. അത് ആക്ച്വലി വാട്ടർ ഹീറ്ററിന്റെയാണ്. വാട്ടർ ഹീറ്റർ ഞങ്ങൾ വെക്കണില്ല, കാരണം റിസ്ക് ആണെന്ന് കുറെ എടുത്തപ്പോൾ കേട്ടിട്ടുണ്ട്. ബ്ലാസ്റ്റ് ആണ്. അപ്പൊ ആ റിസ്ക് വേണം, നമുക്ക് ഗ്യാസിൽ വെള്ളം നിറപ്പിച്ച് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്യാം. അത് മതി. ഫോട്ടോയിൽ കാണിച്ച രീതിയിലല്ല, ഫോട്ടോയിൽ കാണിക്കുമ്പോൾ ഈ താഴത്തെ ബോക്സിനകത്തും എന്തൊരു വെന്റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ വെള്ളം വെള്ളം പൊക്കോളും. പക്ഷെ ഇവിടെ ഇത് മുഴുവൻ അടഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ ബ്രഷ് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കലക്ട് പിന്നെ മാറ്റാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പൊ അതിന് വേണ്ടി നമുക്ക് ഇപ്പോഴേ അത് മാറ്റിയേക്കാം. കണ്ട, അപ്പൊ ഇങ്ങനെ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ബ്രഷ് തന്നെ എന്താ ബ്രഷിലുള്ള വെള്ളം ഇതിനകത്ത് തന്നെ പൊക്കോളും. ഇത് നമുക്ക് വോളിൽ മൗണ്ട് ചെയ്യാൻ പറ്റൂട്ടെ. ഓക്കെ, ഡൺ. കേട്ടോ, ഭയങ്കര നല്ല സംഭവമാട്ടോ. നമ്മളെപ്പോൾ ഫ്ലഷ് ചെയ്യുമ്പോൾ നല്ല മണം വരാനായിട്ട്. കഴിഞ്ഞ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, നമ്മൾ പർപ്പിൾ യൂസ് ചെയ്യും. അല്ല, ഞാൻ പറയട്ടെ, ഇതിന്റെ മണം എങ്ങനെയാണെന്ന്. യാർഡിലെ ലെവൻഡർ ഇല്ലേ, ഇംഗ്ലീഷ് ലെവൻഡർ, അതുപോലൊക്കെ ഏകദേശം ഇരിക്കും. കണ്ട, ഞാൻ വച്ച് കാണിച്ചു. ഇത് ഇവിടെ നിന്ന് ഞാൻ ആദ്യം ഡിസ്കണക്ട് ചെയ്യണം. എന്നിട്ട് ഇങ്ങനെയാണ് വിചാരിക്കണം കേട്ടോ. ഞാനിങ്ങനെ വെക്കണം. ലെറ്റ് മീ നോ ഇതൊക്കെ ഞാൻ തെറ്റാണ് ചെയ്യണമെങ്കിൽ നമുക്കിത് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഞാൻ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതാ വരുന്നത്. നമ്മള് ഹാർപ്പിക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് ബ്രഷ് വെച്ചിട്ട് അതുപോലത്തെ ക്ലീൻ ആകില്ല കേട്ടോ. പക്ഷെ എവറി ടൈം നമ്മുടെ ബാത്റൂം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും, നല്ല സ്മെല്ലായിട്ടിരിക്കും. ആൻഡ് യുനോ വാട്ട്, നമുക്ക് എന്റെ ബാത്റൂമിൽ കയറുമ്പോൾ ബോധകരമായിട്ട് രക്ഷപ്പെടാൻ പറ്റും. നെക്സ്റ്റ് അതുപോലത്തെ ഒരു ഇവിടെ നിന്ന് കാണാൻ പറ്റൂ കേട്ടോ. അത് നമ്മൾ തൂക്കിയിട്ടില്ലേ, അത് ഞാൻ ഒരെണ്ണം കൂടെ ഉണ്ട്. അത് ഞാൻ മറ്റേ റൂമിൽ കൊണ്ടിടാം. അപ്പൊ അവിടെ എന്താന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ള ജീൻസ് എല്ലാം ഇല്ലേ. ആക്ച്വലി ഈ ബാത്റൂം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് സ്റ്റോർ റൂം ആക്കുമെന്ന്. നമ്മൾ ക്ലോസറ്റൊക്കെ എടുത്ത് മാറ്റിയില്ല. അപ്പൊ ഇവിടെ ഫുൾ പാക്കാക്കി വെച്ചേക്കാം. സ്റ്റോർ റൂമിന് ശരിക്കും സ്റ്റോർ റൂം തന്നെ ആക്കി. ഇനി നമ്മുടെ അടുത്തുള്ള ജീൻസൊക്കെ നമുക്ക് ഇത് തൂക്കാം. ഓക്കെ ഓക്കെ. അപ്പൊ വേറെ ഉണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. അതിപ്പോ മടക്കുമ്പോ എന്തായാലും കിട്ടും. ഇനി ഇത് ഓഫ് ചെയ്യണ്ടേ സാധനം. ഞാൻ ഓൺ ചെയ്യാൻ എടുത്തത് എന്തായാലും പോയി. ഇതിനൊക്കെ അങ്ങനെ കയറി നിൽക്കും. ഞാൻ എവിടെയെങ്കിലും കമിഴ്ന്ന് വീണു. ട്രൈപോഡ് കപ്പ് കാമായേഗാ വെക്കാ. ഈ കോല് നമുക്ക് ഇവിടെ തന്നെ വയ്ക്കാം, എപ്പോഴും ആവശ്യം വരും. എന്തായാലും ഇനി 2-3 മാസം പിടിക്കും. എനിക്ക് കുറെ കണ്ടന്റ് ഉണ്ട് ഗൈസ് ആദ്യം ഷൂട്ട് ചെയ്യാനായിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഹോം ടൂറും ഹോമൊക്കെ ചെയ്യാട്ടോ. ഇപ്പൊ എന്റെ ഹോം തന്നെ ഒന്ന് ഹോം ആവട്ടെ. മമ്മിയുടെയും പപ്പയുടെ ബാത്റൂമിലും എനിക്ക് ആ ടോയ്ലറ്റ് ബ്രഷും മറ്റേ സ്മെൽ സാധനം വെക്കണം. ഞാൻ വെച്ചു കൊടുക്കട്ടെ കേട്ടാ. ഗുഡ് ഈവനിങ്. ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് വന്നേക്കാട്ടാൻ വേഗം ഒന്ന് കുളിച്ചു. ആക്ച്വലി ഈ നേരം കൊണ്ട് ഞാൻ കുളിക്കാറില്ല, പക്ഷെ ഇത് നമുക്ക് സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പൂരി ഇതിനകത്തുണ്ട്, കടലക്കറി, അത് കാരണം ഞാൻ കുളിച്ചത്. ശരിയാ. ഞാൻ അവിടെ നമുക്കൊരു പായസം. യെസ് ഗൈസ്, ചന പൂരി ഖീറാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി സോറി ഐറ്റം. ഞാൻ വളരെ എക്സൈറ്റഡ്. അതിന് ഭയങ്കര വിശപ്പെട്ടു. ഒരു പൂരി ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ച് ഇവനോ കൺട്രോൾ കിട്ടണ്ടായിരുന്നില്ല, വിശന്നിരിക്കുക. അതുകൊണ്ട് ഇപ്പം ഉണ്ടാക്കണം, പക്ഷെ ഇപ്പം തന്നെ കഴിക്കണമെന്നില്ല. 7 മണിയെങ്കിലും ആവട്ടെ. ഇന്ന് സമയമേ പോണില്ല, ഭയങ്കര കഷ്ടം. എന്താ നടക്കും ഉള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് വേഗോളാം. സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ട് വലുതും കാണുന്നുണ്ട്. ഓക്കെ ജസ്മീ, ഞാൻ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് എൻ്റെ ഗ്ലോ ആണ് ഈ കാണുന്നത്. സോ ഞാൻ യൂസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഫേസ് വാഷിന് വേണ്ടി ഞാനൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു സാധനം ഫേസ് വാഷ് ഇട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. നിങ്ങൾക്കറിയാം ആ ഫേസ് വാഷ് ഞാൻ പണ്ടൊരു DIY ഫേസ് വാഷ് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിറ്റോ അതേ കൺസിസ്റ്റൻസിയാണ്. സംഭവം ഇതാണ് കേട്ടോ, നട്ട് ഹാബിറ്റിന്റെ മസൂർ ദാൽ ഫേസ് വാഷ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കാരണം ഇതിന്റെ DIY നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് പുറത്തെടുത്ത് യൂസ് ചെയ്യുമ്പോൾ ഗൈസ് അതേ സെയിം ഫീലിംഗ് കിട്ടാ. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. യെസ്, അത് നമ്മുടെ കർട്ടനാണ്, അടിപൊളിയല്ലേ. നെക്സ്റ്റ് ഞാൻ ടോണർ ആയിട്ട് യൂസ് ചെയ്തത് ഇതാണ് കേട്ടോ, ഇന്നസ്ഫ്രീ ടോണർ. ആൻഡ് ഇതിന്റെ റിവ്യൂല് ഞാൻ കേട്ടത് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ അത്യാവശ്യം പോകുന്നതായിട്ട്. ആൻഡ് എന്റെ മൂക്കിൽ ഇങ്ങനെ ബ്ലാക്ക് ഹെഡ്സിന്റെ സീൻ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പൊ അത് കാരണം അത് യൂസ് ചെയ്യുന്ന വെച്ചാൽ എനിക്ക് വേഗം തന്നെ ഒരു ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് യൂസ് ചെയ്യണം. ഐ ക്രീം ഇപ്പൊ പുതിയതായിട്ടൊന്നും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല ഏതാന്ന്. അത് ട്രൈ ചെയ്യണം, പക്ഷെ ഉള്ളതൊക്കെ തീരട്ടാണ് നമ്മൾ ട്രൈ ചെയ്തിട്ട് എല്ലാവരും പപ്പായിരിക്കും.
ഒരു പർപ്പിൾ കണ്ണാടി തന്നിട്ടുണ്ട്. പപ്പയ്ക്ക് കടയിൽ നിന്ന് കണ്ട് കിട്ടിയപ്പോൾ അത് പപ്പയ്ക്ക് സ്വന്തമായിട്ട് തന്നു. പാവം ഇപ്പൊ എൻ്റെ അടുത്ത് നിന്ന് കടം മേടിക്കാൻ പോയ പപ്പ വന്നിട്ട് യൂസ് ചെയ്തിട്ട് പോകണം. കാരണം കണ്ണാടികൾ ഇപ്പൊ ഫുൾ സെറ്റ് ആയിട്ടില്ല ഗൈസ്. ഇവിടെ പിന്നെ നമുക്ക് ഈ ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്, അത് കാരണം പപ്പ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണു. പിന്നെ കുറച്ച് ഈ കണ്ണാടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഉണ്ടല്ലോ സ്വീറ്റ് പീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേരണ്ടി. ഇതെന്റെ 3ാമത്തെ ബോട്ടിലാണ് കേട്ടോ. ഞാൻ എൻ്റെ കോളേജ് സമയത്ത് ഇത് കുറെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്റെ സിഗ്നേച്ചർ പെർഫ്യൂം ആയിരുന്നു. പെർഫ്യൂം അല്ല, ആക്ച്വലി മിസ്റ്റാണ്. പക്ഷെ ഇതിന്റെ സ്മെൽ ഞാൻ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഞാൻ ഒളിച്ചും പാത്തൊക്കെ വല്ലതും കളിക്കുമ്പോൾ പിള്ളേർക്ക് ഉടനെ മനസ്സിലാവും ഞാൻ ചുറ്റിപ്പറ്റി നിൽപ്പണ്ടെന്നായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സംസാരം കഴിയുന്നവരും എനിക്ക് വിശന്നിട്ട് കുടൽ കയറിയാണ്. ഞാൻ തലയിൽ എണ്ണ തേച്ച് വെച്ചേക്കാണ്ട് എൻ്റെ ഇപ്പം അറിയണേ ഇല്ല ഗൈസ് ഏത് ലൈറ്റാണ് ഞാൻ ഓൺ ചെയ്തേക്കണേ. ഞാൻ തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട്. നാളെ കുളിക്കണം. ഒടുക്കത്ത ഡാൻഡ്രഫ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യണ അലാറം ആയിരുന്നു. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 20 ദിവസമായി വീഡിയോസ് ഇട്ടിട്ട്. നമുക്ക് വേഗം വായിക്കണേ. എന്താ മമ്മി എന്താ കുറവ്? അങ്ങനെ ഒന്നുമില്ല. വായിലിരിക്കണ കേൾപ്പിക്കാനായിട്ട് നല്ല ഓർമ്മയാ. ഞാൻ വല്ലതും പ്ലേറ്റ് എടുക്കാം, ഗ്ലാസ് എടുക്കണമെങ്കിൽ മമ്മിക്ക് നല്ല ഓർമ്മയാണ്. ഞാൻ നമ്മുടെ മക്കളെ വരെ നമുക്ക് സെർവ് ചെയ്യാം. ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ ഗൈസ്, അല്ലെങ്കിൽ ഞാൻ കണ്ണിച്ചേരല്ല എത്ര വരും. വാ മക്കളെ, ഞാൻ നിങ്ങളെ കൊതിപ്പിക്കാം. ഇവിടെ ഉണ്ട് അവിടെ കറിയിരിക്കണം. നോക്കിയടോ അമ്മ പിച്ച്. ഞാൻ 1 മിനിറ്റ് ഗൈസിനെ കാണിക്കട്ടെ. കാണുന്നുണ്ടോ പിള്ളേരെ? കണ്ടാ അതിനിവിടെ ഉണ്ട് നമ്മുടെ ഖീർ പായസം. ഞാൻ മമ്മിയോട് സ്പെഷ്യലി പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഇലൈച്ചി ഒന്നും ഇടല്ലായിരുന്നു. അത് തന്നെ, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് വരില്ല. ഏലക്കായ അതന്നെ ഇലൈച്ചി പിള്ളേർക്കൊക്കെ അറിയാം. വറ്റൽ കറു ഒന്ന് കടലിന് ഇച്ചിരി വറ്റിക്കാട്ടെ. ഇച്ചിരി വെള്ളം കൂടി പോയി. ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ് ഗൈസ്, നിങ്ങൾ ആരൊക്കെ താരക് മേത്ത കാണാറുണ്ട്? ഞാൻ പറയണായിരുന്നോ? യൂട്യൂബ് ഹിന്ദിക്കാർക്ക് മനസ്സിലാവണില്ലാന്നാ. ഗൈസ് കണ്ട നമ്മുടെ ഇവിടെ ഡിമാൻഡ് തന്നെ. മലയാളത്തില് വീഡിയോകളൊന്നും പറഞ്ഞിട്ട് ഹിന്ദിയിലിടാനുള്ള ഡിമാൻഡ്. മക്കളെ കരിഞ്ഞു പിടിക്കല്ലേ, മമ്മി എന്നെ പോകിക്കും. ഓക്കെ, നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ 3 എടുക്കും, ബാക്കി ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ടുള്ളതാണ്. ഗുഡ് മോർണിംഗ് പിള്ളേരെ. രാവിലെ ആയിട്ടാ. ഇന്ന് ഞാൻ 5 എണീറ്റു. തലയിൽ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നലെ. ഞാൻ ഇപ്പം രാത്രി ഒന്ന് ഹീറ്റ് ക്യാപ്പ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഹീറ്റൊക്കെ പിടിച്ചിട്ട് മുടി പിന്നിട്ട് കിടന്നത്. അപ്പോൾ ഇപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷവറാണ് നോർമൽ ഷവർ. നമുക്ക് ഞാൻ ഈ ഒരു ഫിൽറ്റർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഹാർഡ് വാട്ടർ അല്ലേ വരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ മറ്റേ വീട്ടിലും ഉണ്ടായിരുന്നു, അത് നമ്മൾ ഇളക്കി പറിച്ച് ഇങ്ങോട്ടേക്കും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. നിങ്ങളെ ഞാൻ ഇനി എവിടെ വയ്ക്കും? ഓ മൈ ഗാഡ് ഗൈസ്. ഓക്കെ, നിങ്ങളെ വെന്റിലേഷനിൽ വയ്ക്കാൻ ഇരിക്കണേ. പ്ലീസ് ആരും വീഴരുത്, ദയവ് ചെയ്ത്. എക്സ്ക്യൂസ് മീ, ബി ദേർ ഗൈസ്. നമുക്ക് ഒരെണ്ണം കൂടെ ഉള്ളത് മമ്മിയും പപ്പയുടെ മാത്രമേ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ഫിൽറ്ററൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് संकट मोचन नाम तिहारो संकट मोचन नाम तिहारो. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം തപ്പി ഇന്നലെ എനിക്ക് കിട്ടിയില്ല, എനിക്ക് ഇന്ന് കിട്ടിയിട്ട
തല സ്ക്രബിന് ഞാൻ നിങ്ങൾ കാണിച്ചെന്നില്ലായിരുന്നു, നല്ല അടിപൊളിയായിട്ട് ഡാൻഡ്രഫ് ഉണ്ടെന്നായിട്ട്. സോ ഇത് തന്നെ യൂസ് ചെയ്താലേ കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഈ തലയുടെ ബിൽഡപ്പും അതൊക്കെ കളയാനായിട്ട് ഈ ഒരു ഷാമ്പു യൂസ് ചെയ്യാനിട്ടാ. എന്നെ കോലം കണ്ട് മേടിക്കണ്ട, ഇത് ഷിഫ്റ്റിങ്ങിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ മുഷിപ്പ് വന്നതാ. ഓക്കെ, അപ്പൊ ഇതാണ് ഓളോപ്ലെക്സിന്റെ നമ്പർ 4 എന്ന് പറഞ്ഞിട്ടുള്ള ബോൺ മെയിൻ്റെനൻസ് സമം ക്ലാരിഫൈങ് ഷാമ്പു ആണ്. ഇത് ഡീപ്ലി ക്ലീൻ ചെയ്യാനായിട്ട് സംഭവം നല്ലതാണ് കേട്ടോ. പക്ഷെ എന്നെ പോലെ ഈ ആഴ്ചയിൽ ഒരു ദിവസം കുളിക്കുന്ന കാര്യമാകുമ്പോ കുറച്ച് പിള്ളേരെ അപ്പൊ കുളിച്ചൊക്കെ കഴിഞ്ഞ് രാവിലെ കുളിച്ചത് ഞാനിപ്പോ വൈകുന്നേരമായിട്ടാ. എന്റെ ഇത് ഹൈലൈറ്റ് ഒക്കെ ഇവിടം വരെ എത്തിയിട്ടാ. ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഹൈലൈറ്റ് ഒക്കെ ഇവിടെ അതിന്റെ അർത്ഥം വളർന്നു. യെസ്. അപ്പൊ എന്താ സംഭവം, മമ്മിയും പപ്പയും ഇല്ലേ ഒരു ഫാമിലി ഫ്രണ്ടിനെ കാണാനായിട്ട് പോയത്. സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം ഇപ്പൊ എടുക്കാൻ പോകണ്ട. മനസ്സിലായി, നിങ്ങൾ എവിടെ വയ്ക്കും? കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ ഇവിടെ കയറ്റി വെക്കട്ടെ. അതിന്റെ മുകളിൽ നിങ്ങളെ ഞാൻ വയ്ക്കാം. അപ്പോഴും ശരിയല്ല, എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പൊ രാത്രിക്കുള്ളതാണ് കേട്ടോ. പപ്പ ഇവിടെ ഫ്ലവറൊക്കെ അരിഞ്ഞു വെച്ചേക്ക്. റിമെമ്പർ പപ്പ റബഡിന്ന് റേ എന്തുട്ടാണ് ഞാൻ മറന്നു പോയിക്കൊന്നു. അരെ യാർ ക്യാ തക്ലീഫ്. ഞാൻ നിങ്ങളെ കാണുന്ന എന്റെ സന്തോഷത്തിലെല്ലാം മറന്നുപോയി ഗൈസ്. സോ ഇതാണ് റായ്ത്ത. യെസ്, നാണം വേണം, നാണം. ഓക്കെ, സോ ഇതാണ് റായ്ത്ത. അപ്പൊ നിങ്ങളോട് ഞാന് നമ്മുടെ ഈ വ്ളോഗ് സ്റ്റാർട്ടായപ്പോ ഞാൻ കാണിച്ചെന്നില്ല റായത്ത പപ്പ ഉണ്ടാക്കുന്നത്. അതൊക്കെ തീർന്നു ഗൈസ്. ഇത് നെക്സ്റ്റ് ട്രിപ്പ് പപ്പ ഇന്നത്തേക്കും നാളത്തേക്കും വേണ്ടി എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ട് പോകാൻ പോയി. യെസ് ഗൈസ്, നാളെ പപ്പ നാട്ടിൽ പോകട്ടെ. ബൈ ദ വേ ഈ വ്ളോഗ് അപ്ലോഡ് ആവുമ്പോഴത്തേക്ക് പപ്പ തിരിച്ച് വന്നിട്ടുണ്ടാവും. അതായത് പിന്നെ സീനില്ല. എനിക്ക് ഇച്ചിരി വിഷമമുണ്ട് കേട്ടോ, എന്ത് ചെയ്യാനാണ്. പക്ഷെ അവിടെ പോയേ പറ്റുള്ളൂ. കാരണം നമ്മുടെ വീട്ടില് ഗ്യാസിന്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനെ കണക്ട് ചെയ്യാനായിട്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യണമല്ലോ സ്റ്റൗവിൽ കണക്ട് ഒക്കെ ചെയ്ത്. അപ്പൊ അതിനുവേണ്ടി പപ്പ പോയേ പറ്റുള്ളൂ. ജസ്റ്റ് ആ ഒരു കാര്യം നോക്കിയിട്ട് പപ്പ തിരിച്ചു വരും വിഷുവിന് മുന്നേ. റായത്ത ദിസ് ഇസ് സോ യമ്മി. ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് ഇത്. യമ്മി എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടാ. മമ്മിയും പപ്പ ഇവിടെ വന്നിട്ട് എന്നെ ഗൈസ് നല്ലോണം സ്പോയിൽ ആക്കിയിട്ടുണ്ട് കേട്ടാ. ചില സമയത്ത് കുടിച്ച ക്ലാസ് കഴുകി വെക്കാറില്ല. അതിനെ നല്ല മധുരവാക്കുകൾ എനിക്ക് കേൾക്കാൻ കിട്ടാറുണ്ട്. യെസ്, പപ്പിനൊന്നും പറയാത്തതാ, മമ്മി നല്ലോണം പറയും. ഇത് ഇളക്കി വരുമ്പോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മുന്തിരി ഇതാണ് ഇതിന്റെ മെയിൻ ആളിട്ടാ. ഒരു മിനിറ്റ്, ഞാൻ ചെയറായിട്ട് വൈദ ഞാൻ നല്ലോണം ഇച്ചിരി ഫാറ്റ് കുറച്ച് വന്നതായിരുന്നു ഇട്ടാ. ഇപ്പൊ റെഗുലർലി കുറച്ച് ദിവസമായിട്ട് ഈ റായത്ത കഴിക്കണ കൊണ്ടേ എനിക്ക് വീണ്ടും ഫാറ്റ് കൂടിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഗൈസ് 7 to 8 സ്പൂൺ പഞ്ചാര ഇടേന്ന് ഇന്ന് പപ്പയുടെ റെസിപ്പി ചോദിച്ചപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. കാരണം പപ്പ നാട്ടിലേക്ക് പോകുമ്പോഴും എനിക്ക് ഉണ്ടാക്കാമല്ലോ. അപ്പൊ പക്ഷെ ഇതുപോലെ ഞാൻ ഇനി റെഗുലർ കുടിക്കില്ല കേട്ടാ. ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ കുടിക്കും. കാരണം ഇത്രയും ഷുഗർ അല്ലെങ്കിൽ ഷുഗർ ഇല്ലാണ്ട് ജസ്റ്റ് മുന്തിരിയുടെ മധുരം യൂസ് ചെയ്തിട്ട് മാത്രം കുടിക്കണം. പക്ഷെ നമ്മള് സാധനം കുറവ് വരുത്തില്ലല്ലോ, അതാ പ്രശ്നം. ഓക്കെ, ഒരു മിനിറ്റ് സ്പൂൺ എടുക്കട്ടെ. സ്കിൻ ഈസ് ഗ്ലോയിങ് ആ. അതെനിക്ക് വെറുതെ തോന്നുന്നത്. കാരണം ഇങ്ങനെ കാണുന്നതായിരിക്കില്ല കേട്ടോ. കുറച്ച് എന്താ പറയാ, വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിയാതെ സത്യാവസ്ഥ എന്താന്ന്. സോ യെസ് ഗൈസ്, നിക്ക് ഓക്കെ. അപ്പൊ പപ്പോട് ഞാൻ റെസിപ്പി ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ എന്തായാലും ഞാൻ ഇനി അടുത്ത ആഴ്ച ആകുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്റെ റെസിപ്പി നിങ്ങളോട് ഷെയർ ചെയ്യാം. പ്രൂഫ് നമുക്ക് തുടക്കാം. എങ്ങനെയായിട്ട് ഗൈസ്? ഇതെന്താന്നറിയാമോ, ഇത്രയും ടേസ്റ്റി ബിക്കോസ് ഇതിനകത്ത് സ്വീറ്റ് ഉണ്ട്, സ്പൈസ് ഉണ്ട്, പുളിയുണ്ട്, ഉപ്പുണ്ട്. അപ്പൊ എല്ലാം കൂടെ ആകുമ്പോഴാണ് നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് അങ്ങോട്ട് ആഹ്ലാദം വരും. സോ ഇത് കഴിക്കുമ്പോൾ ഒരുമാതിരി പാനിപ്പൂരി കഴിക്കലേ അതുപോലത്തെ ഒരു സാറ്റിസ്ഫാക്ഷനാണ് കിട്ടണത് കേട്ടാ. സോ യെസ്, അതുകൊണ്ട് എനിക്കിത് ഇത്രയും ഇഷ്ടം. അപ്പൊ ഇനി നമുക്ക് പതുക്കെ റായത്തിലെ പാത്രങ്ങളൊക്കെ എടുത്ത് പിണ്ടാണ്ട് ഫ്രിഡ്ജിൽ വെക്കാം. സോ ദാറ്റ് നമ്മൾ ഒട്ടും പ്രൂഫ് കൊടുക്കൂല. അതിന് വേണ്ടിയിട്ട് ഞാനത് പോയിട്ട് എൻജോയ് ചെയ്തിട്ട് കുടിച്ചു കഴിഞ്ഞിട്ട് ഇറ്റ്സ് ടൈം ടു എല്ലാം ഇവിടെ ഉണ്ടായിരുന്ന പ്രൂഫുകളൊക്കെ മാറ്റാന്നുള്ളത്. സോ ഇതുവരെ ക്ലാസ് കഴിഞ്ഞാൽ പോവാട്ട. നാണം വേണം, നാണം. ആക്ച്വലി ക്ലാസ് കാണുമ്പോൾ മേ ബി ഡൗട്ട് ഉണ്ടാകാം. പക്ഷെ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും നുണ പൊട്ടിക്കാം. ഞാൻ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നെയല്ലേ. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ശരി അത്രയും പെർഫെക്ഷൻ ഇല്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് അവനവൻ്റെ ഉത്തരവാദിത്വം ഒക്കെ എടുക്കായിരുന്നു. ഞാൻ പാത്രം സമയത്തിന് കഴുകുക, സമയത്തിനല്ല സമയത്തിന് ഉദ്ദേശിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് രാത്രി കഴുകുക, എന്നിട്ട് കിടന്നുറങ്ങാം. അത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ മമ്മിയും പാപ്പയും വന്നേ പിന്നെ ദേ സ്പോയിൽഡ് മീ ഗൈസ്.
അവര് എന്താ പറയാ എന്നെ ഹെൽപ്പ് ചെയ്ത് എനിക്കിപ്പോ നല്ല താല്പര്യം. ഞാൻ ഇങ്ങനെ ഒരു അമുൽ ബേബി ആയിട്ട് ഇരിക്കും കഴിഞ്ഞത്. സോ യെസ്, അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ഡ്രസ്സുകൾ ഇനിയും കിടപ്പുണ്ട് കേട്ടോ. സോ അതൊക്കെ എടുത്തിട്ടൊന്ന് എന്താ പറയാ മടക്കി കബോർഡിൽ വരുന്നത് കബോർഡിലേക്ക് ബാക്കി നമുക്ക് കുറച്ച് ഡ്രസ്സുകൾ ഉണ്ട് അധികം ഡൊണേറ്റ് ചെയ്യാനായിട്ടുള്ളതായിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് നമുക്ക് സെപ്പറേറ്റ് ആക്കി വെക്കണം. പിന്നെ ഇവിടുത്തെ ലൈറ്റുകളൊക്കെ കിടത്തട്ടെ, അല്ലെങ്കിൽ നല്ല അടിപൊളി കറണ്ട് ബില്ല് നമ്മുടെ നേരെ വരുന്നതാണ്. ഓക്കെ, നമുക്ക് അവിടുത്തെ ലൈറ്റ് ഇടാം. ആക്ച്വലി മമ്മിക്ക് ഒട്ടും ഇഷ്ടമില്ല ഈ മുരിയുടെ ലൈറ്റ് ഇടുന്നത്, കാരണം ഭയങ്കര ഇടിവെട്ട് ലൈറ്റാ പോരാണ്ട് ഒരു ലൈറ്റ് പോലും. ലുക്ക് ഗൈസ്, നല്ല ലൈറ്റ് അല്ലേ. ആക്ച്വലി ഇതൊക്കെ എത്ര ആവശ്യം ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചതാണ്. നമ്മുടെ വീഡിയോസിന് ഒട്ടും വെളിച്ചം കുറയരുത് അതിന് വേണ്ടിയിട്ട്. ഓക്കെ, മമ്മി പപ്പയെ പുറത്ത് പോയിട്ട് വന്നാൽ ദിസ് ഇസ് അവർ ഡിന്നർ ടൈം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു പപ്പ കോളിഫ്ലവർ അരിഞ്ഞു വെച്ചത്. സോ ഹിയർ ഇറ്റ് ഈസ്. ആൻഡ് ഹിയർ നമ്മുടെ ചുന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങയുടെ മധുരമുള്ള അച്ചാർ എങ്ങനെ ഉണ്ടാവും അത് എനിക്ക് അങ്ങനെ ഇപ്പൊ പറഞ്ഞുതരാൻ പറ്റുള്ളൂ കേട്ടാ. സോ അത് ഇവിടെ നമ്മുടെ ചപ്പാത്തി കേട്ടാ. ആക്ച്വലി ചുന്ത നല്ല അടിപൊളി സാധനം കേട്ടാ. പണ്ട് ഞാനിവിടെ 10 കൊല്ലം മുമ്പൊക്കെ ഞാനും ചേച്ചിയൊക്കെ ചാവുമായിരുന്നു ഇതൊന്ന് കിട്ടിയാൽ മതി എന്നുള്ളത്. കാരണം വളരെ എന്താ പറയാ കിട്ടാൻ വളരെ പാടായിരുന്നു. പക്ഷെ ഇപ്പൊ ആമസോണിൽ വളരെ ഈസിലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ലിങ്ക് വേണോ ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ഓക്കെ, നമുക്ക് ഇത് കഴിക്കാം. ലുക്ക് അറ്റ് മൈ കളർഫുൾ പ്ലേറ്റ് ഗൈസ്. ഇതൊരു ചപ്പാത്തി നിങ്ങളെ കാണിക്കാനായിട്ട്, ബാക്കി ഒരെണ്ണം ഞാൻ ക്യാമറ ഓഫ് ആയിട്ട് എടുത്തോളാം. ഇത് ചിരി ചുന്ത. ആക്ച്വലി ഇത് സെപ്പറേറ്റ് ആണ്, നിങ്ങൾക്ക് ഒരുമിച്ച് തന്നത്. ആക്ച്വലി ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. ഈ കോളിഫ്ലവർ കുക്കറിൽ ഉണ്ടാക്കരുത്, പപ്പ എപ്പോഴും ചീഞ്ചട്ടിയിൽ ഉണ്ടാക്കാറ്. സോ അതുകൊണ്ട് ഇങ്ങനെ എന്താ സോളിഡ് ഫോമിൽ കിട്ടും. കുക്കറിൽ ഉണ്ടാക്കി കുഴഞ്ഞു. ഇങ്ങനെ ആകുമ്പോൾ നല്ല ഓക്കെ. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തില്ലല്ലേ, പുതിയ ഈ ഒരു കർട്ടൻ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണേ സീ ത്രൂ സീൻ ഉണ്ടാവാണ്ടിരിക്കുക. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇവിടെ നിന്ന് ബാത്റൂമിൽ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ നിന്ന് കാണാനുള്ളതുണ്ട്. അപ്പം ഞാനിവിടെ കുറച്ചിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ ബാഗുകളിൽ ഉണ്ടാവില്ല ഇങ്ങനെ ക്രീ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അത് മേടിച്ച് ഇതിനകത്ത് ഒട്ടിച്ച് കഴിഞ്ഞാലേ വിൻഡോയുടെ ഫ്രെയിമിലേക്ക് എനിക്ക് ഇങ്ങനെ അറ്റാച്ച് ചെയ്യാലോ. ഓക്കെ, അപ്പം എന്താ സംഭവം നിങ്ങൾ ഞങ്ങളുടെ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റെഗുലറായിട്ട് പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യാറില്ലേ, അതിനെ കിട്ടാത്തത് കൊണ്ട് എൻ്റെ ഇപ്പോൾ തട്ടിമുട്ടലായിട്ടുള്ള എൻ്റെ ഒരു നൈറ്റ് റൂട്ടീൻ ഞാൻ നിങ്ങളോട് കാണിച്ചു തരാം കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ ഹെയർ ആൻഡ് സ്കിൻ കെയർ അത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാൻ പോകാം. പക്ഷെ നിങ്ങളെല്ലാം ഇവിടെ ഇതുപോലെ ഞാൻ അവിടെ സ്പീക്കർ വെച്ചേക്കാട്ടത് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷവറിന് കുളിക്കുന്ന സമയത്ത് പാട്ട് കേൾക്കണം ഭയങ്കര ഇഷ്ടമാണ്. ഇത് വാട്ടർ പ്രൂഫാണ്, അപ്പോൾ വെള്ളം തട്ടിയാലും കുഴപ്പമില്ല. എന്തായാലും ആ സ്പീക്കർ വേറൊരു ഉപകാരവും ഇല്ല. അപ്പം ഞാൻ ബാത്റൂമിൽ കൊണ്ടുവച്ച് എൻ്റെ വീട്ടുകാരറിയണ്ട. ഗോഡ് ഗൈസ്, ഞാൻ നിങ്ങളോട് പിന്നെ ഷെയർ ചെയ്യട്ടെ ഞാൻ നിങ്ങൾ എവിടെയാണ് വെച്ചേക്കണെന്ന്. ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് നോട്ടം ഉണ്ടാവും ഇവിടെ എന്തൊക്കെ പ്രൊഡക്ട്സ് ഇരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം എളുപ്പപ്പണിക്ക് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല എൻ്റെ യൂസറിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ എവിടെയും കണ്ടൊക്കെ കെട്ടി വെച്ചു. എവിടെയും കണ്ടോ അല്ല എനിക്ക് അറിയാം എവിടെയാണെന്ന്. പക്ഷെ അതൊക്കെ ഇനി നിരത്തണം. ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കിട്ടിയതാണ്. അപ്പം ഫസ്റ്റ് ഞാൻ രാവിലെ കാണിച്ച ഷാമ്പു, ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതാണ് ഒരു നമ്മുടെ ഡോക്കിൻ്റെ കോജിക്കാണോ ഗ്ലൂട്ടഥായനാണ് ഏതോ ഒരു സോപ്പാണ് കേട്ടോ. ആൻഡ് ഇത് ആലം, എവിടെ ഇരിപ്പുണ്ട് ആലം. അത് നമ്മുടെ സ്ഥിരമുള്ള ആളാണ്. സോപ്പ് യൂസ് ചെയ്താലും ചെയ്തില്ലെങ്കിൽ അത് എന്തായാലും വേണം. നെക്സ്റ്റ് ഇവിടെ ഉള്ളതാണ്. ഓക്കെ, അതിന് മുന്നേ ഇവിടെ ഉണ്ട് കുറച്ച് ആൾക്ക് അല്ല സോറി. നെക്സ്റ്റ് ഇവിടെ ഉള്ളതാണ് ഈ ഒരു ഡോക്ടർ ഷേഡ്സിന്റെ ഗുലാബ് ആൻഡ് ഗ്ലൈക്കോളിക് ബോഡി വാഷ്. നല്ല ബോഡി വാഷ് ആണ് കേട്ടോ. ഇതെന്റെ ഫേവറേറ്റ്. ഞാൻ നിങ്ങളോട് ഇന്ന് ബോഡി മിസ്റ്റ് ഷെയർ ചെയ്തില്ലായിരുന്നു. അതിന്റെ തന്നെ ബോഡി ലോഷൻ. ഇത് കഴിഞ്ഞു ഇത്രയുള്ളൂ. പക്ഷെ ഞാൻ വീണ്ടും മേടിക്കാൻ പോകണം, കാരണം ഓൾറെഡി ഉണ്ട് ബോഡി ലോഷൻ. ഇതൊക്കെ തീരട്ടെ. ഇനി ഞാൻ ഒന്നും എന്റെ ഫേവറേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് റീപർച്ചേസ് ഉള്ള സംഭവം ചെയ്യില്ല കേട്ടാ. റെയറായിട്ടേ ഞാൻ ചെയ്യുള്ളൂ. ഇനി ആ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള താക്കത്ത് എനിക്കില്ല. താക്കത്തിന് ശക്തി എനിക്കില്ല, കാരണം ലോൺ അടയ്ക്കാനുണ്ട് ഈ വീടിന്റെ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അടുത്ത് ഇവിടെ 2 ഷാമ്പു ഉണ്ട്. ഒന്ന് ഈ ഒരു മിനിമലിസ്റ്റിന്റെ മാലിയാക് ബോൺ, നല്ല റേഞ്ച് ആണ് ഇത് ആക്ച്വലി. പക്ഷേ ഈ ഷാമ്പു ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ല. അതിന്റെ പകരം ഇപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഷാമ്പു ഇതാട്ടെ ജോൺസൺസ് ബേബി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. കാരണം ഇത് മാത്രം യൂസ് ചെയ്താൽ മതി, കണ്ടീഷണറിന്റെ ആവശ്യമില്ല. എന്നാൽ ഇവിടെ ഞാൻ മാലിയാക് ബോണ്ടിന്റെ ഈ ഒരു കണ്ടീഷണർ ഇവിടെ വച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇടയ്ക്കിങ്ങനെ ഷാമ്പു ചെയ്തിട്ട് കണ്ടീഷണർ ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യും. ഇത് ഞാൻ ഇന്ന് യൂസ് ചെയ്തിരുന്നു, ബിക്കോസ് എൻ്റെ മുടി ഭയങ്കര ചകിരിയായിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആഫ്റ്റർ ദിസ് വൺ എൻ്റെ കണ്ണും ഒരു ഈച്ച വന്നപ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോൾ കുറേ നാൾ മുമ്പ് ഒരു 2-3 മാസം ഓക്കെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഞാനൊരു റോഡ് വെച്ചിട്ടുണ്ട് കേട്ടോ.
ഇത് തൂക്കാനുള്ളത്. ആൻഡ് ഇവിടെ ഒരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട് ബിക്കോസ് എനിക്കിവിടെ ഷവർ കർട്ടൻ തൂക്കണം. അതെന്താ പറയാ കാര്യം, എന്റെ ഷവർ കാരണം എപ്പോഴും എന്റെ ക്ലോസറ്റ് നനയും. ആൻഡ് എനിക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നാറ് എപ്പോഴാണോ എനിക്ക് എമർജൻസി എന്നുള്ള അവസ്ഥ തന്നെ. കുറച്ച് ഡ്രൈ ആയിട്ടിരുന്നെങ്കിൽ നമുക്കൊരു ആശ്വാസമുണ്ട്. ആകെ ഇഷ്ടപ്പെടുന്ന ഒരു സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്റെ ഇതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്, എല്ലാം മറന്നു, അതെല്ലാം പിന്നെ കുഴപ്പമില്ല. എന്താ ഞാൻ പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ 2-3 മാസം മുന്നേ നമ്മളുടെ സ്കിൻ കെയർ പോലെ തന്നെ ഹെയറിന് വേണ്ടി ഒരു സംഭവം കേട്ടിരുന്നു, ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യം ഷാമ്പു യൂസ് ചെയ്യാന്നുള്ളത്. ഞാനത് ട്രൈ ചെയ്തു. 1 പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, 4 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. പക്ഷെ എന്റെ മുടി ഭയങ്കര ഡ്രൈ ആയി പോകണം. അപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ പോലത്തെ ഡ്രൈ ഹെയറിന് പറ്റിയതുള്ളതല്ല കേട്ടോ അത്. മുടി ഭയങ്കര ഡ്രൈ ആക്കണം. ഇതുപോലത്തെ ഒന്നും എന്താ പറയാ ടെക്സ്ചറും കേൾസും കിട്ടില്ല. ബുഷ് എന്ന് പറഞ്ഞിട്ട് മുടിയിരിക്കും. അത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, ഒടുക്കത്തെ സിറം അപ്ലൈ ചെയ്തിട്ടും കാര്യമില്ല, മുടി സെറ്റ് ആണില്ല. അപ്പൊ അതിലും ബെറ്റർ എനിക്ക് തോന്നുന്ന സ്കാൽപ്പിനെ ക്ലീൻ ആക്കാനായിട്ട് എന്റെ ഹെയറിന് എന്തായാലും പറ്റണില്ല ഡബിൾ ക്ലെൻസിങ് എന്നുള്ള കാര്യം. അതിലും ബെറ്റർ എനിക്ക് ഫീൽ ആവുന്നത് ഒന്നരാടം ഹെയർ കഴുകുക, അല്ലെങ്കിൽ 2 ദിവസം മാക്സിമം 3 ദിവസമായിട്ട് അപ്പുറം പോകരുത്. ഈ ആഴ്ചയിൽ ഒരു തവണ എന്നുള്ള കാര്യം ഞാൻ കംപ്ലീറ്റ്ലി ഇപ്പൊ ക്യാൻസലാക്കി. ആഴ്ച 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും ഞാൻ ഹെയർ വാഷ് ഇപ്പൊ ചെയ്യണുണ്ട്. കുറെ നാളെ മാസ്ക് അപ്ലൈ ചെയ്തിട്ട് അത് നമുക്ക് വേഗം തന്നെ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ വേഗം ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിറം, നല്ല സിറമാട്ടാ. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര ആയിട്ടുണ്ട് സാധനം. എനിക്കിപ്പോ ഭയങ്കര ഇങ്ങനെ ബുഷി ആയിട്ട് ഫ്രാ എന്ന് പറഞ്ഞ മുടി കിടക്കണം എന്നുള്ള ക്രേസ് ഇല്ല ഗൈസ്. എന്റെ മുടി നല്ല നറിഷ്ഡ് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കണത് തന്നെയാണ്. എനിക്ക് കുഴപ്പമില്ല, വോളിയം കുറഞ്ഞിരുന്നാലും അത്രയും സീനില്ല. പക്ഷെ മുടി എനിക്ക് ഹെൽത്തി ആയിട്ടിരിക്കണം ഇഷ്ടം. മുടി എന്താ പറയാ ഭയങ്കര വോളിയം ഇല്ലെങ്കിലും ഹെൽത്തി ആയിട്ട് തോന്നിക്കും. നമ്മളുടെ മുടി കുറച്ചിങ്ങനെ നറിഷ്ഡ് ആയിട്ടാണ് ഇരിക്കണമെങ്കിൽ. പക്ഷെ ഭയങ്കര ഫ്രാ എന്ന് പറഞ്ഞിരിക്കുമ്പോഴേ മുടി ഭയങ്കര അൺഹെൽത്തി ഡ്രൈ ഫ്രീസി ആയിട്ടുള്ള ലുക്കായിട്ടിരിക്കും. ഇപ്പൊ കണ്ട എന്റെ മുടി അത്രയും കുഴപ്പം തുറന്നു തുടങ്ങി. ഇനി ഞാൻ എന്റെ മുടി വേഗം കെട്ടൂട്ടാ. ഇതിന്റെ മുകളിൽ ഇവിടെ ഉണ്ട് നിങ്ങളെ വെച്ചത്. നമുക്ക് സ്കിൻ കെയർ തുടങ്ങാം. ഓക്കെ, അപ്പൊ ഹെയറിൽ സീറം ഒക്കെ അപ്ലൈ ചെയ്ത് ഇനി നമുക്ക് ആദ്യം പല്ല് തേക്കാം. യെസ് ഗൈസ്, ഞാനിപ്പോ കുറച്ചാൾ മുന്നേ തന്നെ ഇത് കേട്ടിരുന്നത്, സ്കിൻ കെയറിന്റെ മുന്നേ നമ്മൾ പല്ല് തേക്കണം എന്നുള്ളത്. അത് കഴിഞ്ഞ് തേക്കരുത്. എനിക്ക് ആക്ച്വലി അറിഞ്ഞുകൂടാ, എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇനി കേട്ട സ്ഥിതിക്ക് ഇനി മനസ്സിൽ കിടക്കുമ്പോൾ ചിലപ്പോ നമുക്ക് അങ്ങനത്തെ വല്ല ഞാൻ എന്റെ മോന്ത് നോക്കി ഒരു പുഴുങ്ങിയ മുട്ട പോലെ ആർക്കെങ്കിലും വേണോ പ്രോട്ടീൻ കൂട്ടാൻ. ഓക്കെ, സോ ഇതാന്റെ ബ്രഷ്, ഇതാന്റെ ചോട്ടു പേസ്റ്റ്. ബാക്കി പേസ്റ്റുകൾ കാണാനില്ല, ഭാഗ്യം ഇതൊക്കെ ഇട്ടത്. എനിക്ക് ഇതുപോലത്തെ ആയുർവേദ ചോവയുള്ള ടൂത്ത് പേസ്റ്റേ പറ്റൂ ഗൈസ്. ഓക്കെ, ഫൈനലി നാളത്തേക്കുള്ളതുണ്ട്, നാളെ രാത്രിത്തേക്കുള്ളതുണ്ട്. ആക്ച്വലി രാത്രി പല്ലേക്കുന്ന അത്ര എനിക്ക് ശീലമില്ല. ഇനി ശീലം ഇടണം, കാരണം പതുക്കെ പല്ല് വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. യു നോ വി ഹാവ് ടു. ഈ പല്ലേച്ച് കഴിഞ്ഞോട്ട് ഇനി നമുക്ക് ഹാൻഡ് വാഷ് ചെയ്യാം. ഇത് ഞാൻ വെള്ളം നിറച്ച് വെച്ചിട്ട് വന്ന പതയല്ല, ഇത് ഓൾറെഡി ഒരു ഫോമിങ് ആയിട്ടുള്ള ഒരു ഹാൻഡ് വാഷ് ആണ്. Don't take me wrong guys. Okay, കൈ കഴുകും. ആക്ച്വലി പല്ലേക്കുന്ന മുന്നേ തന്നെ കഴുകണമായിരുന്നു, കാരണം വായിൽ വെള്ളം ഒഴിച്ചത് ഞാൻ കൈ കൊണ്ട് തന്നെയാണ്. സ്കിൻ കെയറിന്റെ കാര്യത്തിൽ എത്ര ഡെഡിക്കേറ്റഡ് ആണ്. ബാക്കിയുള്ള കാര്യത്തിൽ നോ കൈ കഴുകൽ, നത്തിങ് എവർ എവർ. Done with the skincare. അപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് ബോഡി മിസ്റ്റ് ഞാൻ അടിക്കാറുണ്ട് രാത്രി കിടക്കുമ്പോ, കുളിക്കാത്തവർക്ക് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് അടിക്കണില്ല, കാരണം മറ്റേ മുറിയില്ല. ഇനി ഞാൻ വാല് തുറന്നു പോയ മമ്മിയുടെ മുമ്പിൽ ഉറക്കുമ്പോൾ, കാരണം അവർ ഹോളിലാണ് കിടക്കണം. ഇതുവരെ കട്ടിൽ ഓർഡർ ചെയ്തത് വന്നിട്ടില്ല ഗൈസ്. സോ യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ സ്കിൻ കെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങും. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ് പപ്പ. പപ്പയോട് വിളിച്ചാൽ മതി, എല്ലാവർക്കും ഫോർ ഇഡ്ഡലി. യെസ്, പപ്പയുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നാട്ടിലേക്ക് പോകാനായിട്ട്. ഡോണ്ട് വറി, ഈ വ്ളോഗ് വരുമ്പോഴത്തേക്ക് പപ്പ തിരിച്ചു വന്നിട്ടുണ്ടാവും. ഗുഡ് മോർണിംഗ് മമ്മി. മൈ ഗോഡ്, മോർണിംഗ്. ഈ കുമ്പിടി മമ്മി ചായ കുടിക്കണ കണ്ടുപിടിച്ചേക്കുന്നു. ദേ പോയി ദാവത്ത്. ആ കാസമില്ല, ലസൻ ചട്നി.
इसको रख लो കടയിന്ന് മേടിച്ചതാണ്. ആണോ മച്ചോ ഇത് അത് മതിയായിരുന്നു. ഇന്നിപ്പോ ഇത് പുള്ളി വേണ്ടായിരുന്നു. ആ ശരിയാ ഇതാണ് കുഴപ്പം. അത് കഴിഞ്ഞപ്പോൾ ഓട്ടി പോകും. अल्लाह पापा इसको को ट्रेन में कुछ तो लगा के वहाँ गांव में कुछ लगा खा लेना. हम तो यहाँ से ले लेंगे. रख लो अपने बस बैग में रख लो. अरे വേണ്ട. നാട്ടിലെ അത് തന്നെ മേടിച്ചാ പോരെ. നാട്ടിൽ പോയിട്ട് പപ്പയ്ക്ക് എന്തെങ്കിലും കൂട്ടിട്ട് ഞാൻ അറിയില്ലെങ്കിൽ റഖ് ലോ ബാഗ് में रख. Okay, so here is our ചമ്മന്തി. ഇത്ര ആയിട്ടില്ല അടിങ്ങി ഇതിനെ അരക്കണം. ഇപ്പോഴല്ല തണുത്തതിന് ശേഷം. ഞാൻ ഇവിടെ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. 6:30 ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഷെയറിങ്. നമുക്ക് ഇവിടുന്ന് 8:15 ഇറങ്ങിയാൽ മതിയാപ്പാ. ഓക്കെ, ഞാനൊന്ന് എല്ലാം ചെക്ക് ചെയ്യട്ടെ. പ്ലാറ്റ്ഫോം ഒക്കെ ട്രെയിൻ ലേറ്റ് ആണോന്നുള്ള ആളിലൊക്കെ അറിയണമല്ലോ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ ഡ്രസ്സ് മാറിയിട്ടാ. മമ്മിയും പാപ്പയും കുളിച്ച് റെഡിയായി, ഞാൻ കുളിക്കാണ്ട് റെഡിയായി. കാരണം എനിക്ക് എന്തായാലും വന്നിട്ട് ജിമ്മിന് പോകേണ്ടത് ഉച്ചയ്ക്ക്. സോ അതുകൊണ്ട് ഞാൻ എങ്ങനെയുണ്ട് എൻ്റെ അടുത്ത്. അതിൻ്റെ മുടിക്ക് കുഴപ്പമില്ല കേട്ടോ. ഞാൻ അതാണ് ഇനി വീണ്ടും സിറം അപ്ലൈ ചെയ്യാൻ പോകുന്നില്ല. യെസ്, കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ചൂല് ലുക്ക് ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഇവിടെ നിൽക്കണം കുന്ത തുമ്മൽ. ഓക്കെ, 3 തരത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട് ഇങ്ങനത്തെ ഒരെണ്ണമുണ്ട്, ഒന്ന് ഇങ്ങനത്തെ. ഞാൻ റെഗുലർലി യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. ഞാൻ ഇത് ഇവിടെ നിന്ന് പൊട്ടിയും പോയിരുന്നു റഷൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ ഞാൻ സെലോട്ടിപ്പ് വെച്ച് ഒട്ടിച്ച്. സാധാരണ ഞാൻ ഇങ്ങനെയല്ല, പക്ഷെ നമുക്ക് വീടിൽ ലോൺ എടുക്കണതുകൊണ്ട് ഞാനിപ്പോൾ വളരെ ഡൗൺ ടു എത്താം. ഓക്കെ, ഞാൻ ഇതിനൊന്ന് പോണിറ്റെയിലാക്കാം. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കണം എൻ്റെ ഈ പോണിറ്റെയിലിൻ്റെ ഈ സംഭവം എനിക്കൊന്ന് വേണ്ടാന്നാക്കണമെന്ന്. കാരണം പോണിറ്റെയിൽ കെട്ടി എൻ്റെ നെറ്റി ഇതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആലോചിക്കഴിഞ്ഞാൽ എൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ മാറ്റും. ജിമ്മിന് പോകുമ്പോൾ ഞാൻ എപ്പോഴും പോണി കെട്ടിയാണ് പോണത്. ആ സമയത്ത് കുറച്ച് ടൈറ്റ് പോണി ആവുക ചെയ്യും. ഹെയർ കട്ട് തന്നെ മാറ്റണമെന്നുണ്ട്. ഞാൻ സ്വയം തന്നെ കട്ട് ചെയ്യും. പക്ഷെ ഇപ്പോഴല്ല, ഒന്നും കൂടെ കുറച്ചും കൂടി വളർന്നിട്ട് കുറച്ചുകൂടെ വോളിയമൊക്കെ വന്നിട്ട് നമുക്കിപ്പോൾ കൈ കെട്ടണ റബ്ബർ തന്നെ ഇടാം. എനിക്ക് വയ്യ ഇനി ഇത് പോയി അന്വേഷിക്കാം. എൻ്റെ ഡാൻഡ്രഫ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഈ അയ്യോ നോക്കിയാൽ എൻ്റെ കണ്ട മുടിക്ക് ഇതാവണണ്ട. ഐ ഹാവ് ടു ബി വെരി കെയർഫുൾ. ഞാൻ ഇനി പോണിറ്റെയിൽ കെട്ടൂല കുന്തം. വേറെ ഏതെങ്കിലും ഹെയർ സ്റ്റൈൽ തപ്പണം, കുറച്ച് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള. മുടി പിന്നിടുന്നതാണ് ഏറ്റവും ബെറ്റർ, പക്ഷെ പോണിയാണ് എനിക്കിഷ്ടം. ഈ മോദിക്കെല്ലാം സൂട്ട് ആവില്ല ഗൈസ്. കൈയിനെ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. അങ്ങനെ എനിക്ക് വയ്യായി പോവാൻ. ഓക്കെ, ഇനി നമുക്ക് വേഗം ഒന്ന് ഇച്ചിരി ടോണർ അപ്ലൈ ചെയ്യാം. ഹെയർ സ്റ്റൈൽ മേക്സ് എ ബിഗ് ഡിഫറൻസ് ഗൈസ്. ഞാൻ ഇത്ര മുടി പിന്നിട്ട് നടന്നപ്പോൾ എങ്ങനെയായിരുന്നു എൻ്റെ മോന്ത. ഞാനിപ്പോൾ എൻ്റെ മോന്ത മാറിയത് കൊണ്ട് അതാണ് എനിക്ക് പോണി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴും അത് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുടി ഒരേ സ്ഥലത്തേക്ക് ഇങ്ങനെ അതിൻ്റെ ടെൻഷൻ പിടിക്കും. യു നോ വാട്ട്, ചേച്ചിയുടെ സ്വഭാവം എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കിഡ്നാർ അന്വേഷിക്കൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലിപ് ബാം ഞാൻ മേടിച്ചതാണ്. ആക്ച്വലി അവർ PR ആയിട്ട് ഇപ്പോൾ അയക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മേടിച്ച് കാരണം ഇത് കുറച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. SPF 50 ഉണ്ട് ഗൈസ്. സോ ഇതിനകത്ത് ട്രാൻസ്പെറൻറ്റും ഉണ്ട്, ഈ ഒരു പിങ്ക് ഷെയ്ഡും ഉണ്ട് കേട്ടോ. എൻ്റെ പിഗ്മെൻറ്റേഷൻ മാറ്റുമായിരിക്കും, പക്ഷേ ഞാൻ നോട്ടീസ് ചെയ്യാത്ത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ് ബാമിൻ്റെ മുകളിൽ ഞാൻ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യും. സോ ലിപ്സ്റ്റിക് ബേസിക്കലി നമ്മൾ ലിപ്സിനെ ഡാർക്ക് ആക്കാനായിട്ടാണല്ലോ. അപ്പോൾ ഞാൻ ആലോചിക്കും ഈ ലിപ് ബാം മാത്രമേ അപ്ലൈ ചെയ്യുന്നു, ബിക്കോസ് ഓൾറെഡി പിങ്ക് ഷെയ്ഡ് ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് മസ്കാര വേണോ വേണ്ടേ ഒന്ന് കണ്ണട ചോക്കട്ടല്ലേ കാണൂല കുന്തം. കുറച്ചൊരു കണ്ണൊരു ഇങ്ങനെ ഇരിപ്പുണ്ട്, നമുക്കൊന്ന് അതിനെ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ 2 മസ്കാര ഫേസസ് കാനഡ അല്ല സോറി, എന്തെന്നാണ് Too Faced മസ്കാര ഇല്ല, അത് തന്നെ ഇല്ല. അതെ, അതിൻ്റെ മറ്റേ മസ്കാര ഇല്ല ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടിരിക്കുന്നത്. ആ മസ്കാര കഴിഞ്ഞിട്ട് ആ മസ്കാര വാട്ടർ പ്രൂഫ് അല്ല, പക്ഷേ അതിൻ്റെ വാട്ടർ പ്രൂഫ് വേരിയൻറ്റ് മേടിച്ചിട്ട് പൊട്ടായിരുന്നിട്ട് സാധനം ഒരു വർക്കിങ്ങും അല്ല. എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ അതിൻ്റെ യൂസ് ചെയ്യുന്ന രീതി തെറ്റിപ്പോയതാണ്. പക്ഷേ ഇവിടെ ഒക്കെ ഫുൾ പരന്നുപോയി. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അപ്ലൈ ചെയ്തത് ഉണക്കിയിട്ടൊക്കെ ആയിരിക്കാം. നമുക്ക് അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ അതല്ലാണ്ട് ഞാൻ ഈ 2 മസ്കാര മേടിച്ചിരുന്നു. ഒന്ന് ഈ ഒരു ബെനിഫിറ്റിൻ്റെ ബാഡ് ഗേൾ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള, ഒരെണ്ണം സ്മാഷ് ബോക്സിൻ്റെ സൂപ്പർ ഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫാൻഡ് ഔട്ട് മസ്കാര. 2ഉം വാട്ടർ പ്രൂഫ് അല്ലാടോ. എനിക്ക് പ്രാന്ത് പിടിച്ചു. പക്ഷേ ഇനി എന്ത് ചെയ്യാനോ. ഓക്കെ, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പറ്റും. സംഭവം ആപ്ലിക്കേഷനൊക്കെ അടിപൊളിയാണ്. ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളത് വേണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എൻ്റെ കണ്ണ് ഇടയ്ക്കൊക്കെ വാട്ടറി ആവാറുണ്ട്. സ്പെഷ്യലി വണ്ടി ഓടിക്കുമ്പോഴൊക്കെ കാറ്റ് തട്ടി അപ്പം വെള്ളം വരും. അപ്പോൾ ഞാൻ ഗോഗിൾസ് വയ്ക്കാറുണ്ട്. ബട്ട് സ്റ്റിൽ ലെങ്സും കൂടെ ഉള്ളത് കൊണ്ട് ചില സമയത്തെ കണ്ണന്മാർ ഇങ്ങനെ കരടെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കണ്ണിന് വെള്ളം വരും. അപ്പം മസ്കാര നല്ല ഭംഗിയായി മാറുന്നതാണ്. ഒരു മിനിറ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ടാ. മസ്കാര അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ ഫീൽ. എനിക്ക് വേറെ ഒന്നും വേണ്ട മേക്കപ്പിൽ. പക്ഷേ ഈ ഒരു സാധനം ഇതില്ലാണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് മാർക്കറ്റിൽ തന്നെ മിക്ക മസ്കാരാസും ഞാൻ ട്രൈ ചെയ്യണത്. ആൻഡ് ഇപ്പോൾ അത്യാവശ്യം കുറേ മസ്കാര അപ്ലൈ ചെയ്ത്
എനിക്ക് നല്ല ഐഡിയ ഉണ്ട് ഏത് മസ്കാര നല്ലതെന്നുള്ളത്. ടു ബി ഓണസ്റ്റ് എൻ്റെ ഫേവറേറ്റ് മസ്കാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോറിയലിൻ്റെ ലാഷ് പാരഡൈസ് ആണ്. യെസ് ഗൈസ്, കാരണം അതിൻ്റെ വാട്ടർ പ്രൂഫ്. ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു അതിനെ റിമൂവ് ചെയ്യാൻ, പക്ഷെ ഇപ്പം അതിനെ റിമൂവ് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള അടിപൊളി മേക്കപ്പ് റിമൂവർ ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞുതരാം. പ്ലമ്മിൻ്റെ എന്താ മേക്കപ്പ് റിമൂവർ ബാം ഇല്ലേ, അത് എസ്റ്റേ ലോഡറിൻ്റെ ആണെന്ന്, അല്ല ക്ലിനിക്കിൻ്റെ അതിൻ്റെ എന്താ മേക്കപ്പ് റിമൂവ് ബാം, അതൊന്നും നല്ലതാ. പിന്നെ ഇങ്ങനത്തെ ബാം കൺസിസ്റ്റൻസി ആയിട്ടുള്ളത് ബെറ്റർ ആണ് കേട്ടോ. കാരണം ആ മസ്കാര എന്ന് പറയുന്ന കുന്തം എണ്ണ അപ്ലൈ ചെയ്താൽ പോലും പോകൂല, അത്രയ്ക്ക് ടഫ്. പക്ഷെ ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ആക്ച്വലി ഞാൻ ഇതുപോലത്തെ ബ്രഷ് ആയിട്ടുള്ളത് ഒരിക്കലും യൂസ് ചെയ്യില്ലായിരുന്നു, പക്ഷെ എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ, ഇത് നന്നായിട്ട് വർക്കാവുന്നുണ്ട്. വിലയുടെ ആയിരിക്കും. ആൻഡ് ഈ വക പരിപാടികൾ ഞാൻ നിർത്തി, ഇനി മേടിക്കണതും മേടിച്ചു കൂട്ടണതൊക്കെ. ഐബ്രോസ് സെറ്റ് ചെയ്യും. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഐബ്രോസ് ഷേപ്പൊക്കെ ചെയ്ത് ഫേഷ്യൽ ഹെയർ. അയ്യോ, ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനത്തെ വെക്കാൻ മറന്നു. ടോണർ അപ്ലൈ ചെയ്തിട്ട് ഞാൻ അത് മറന്നേ പോയി. സൺസ്ക്രീൻ. ഞാൻ ഈ ഒരു പുതിയ സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. ഈ ഒരു സൺസ്കൂപ്പിൻ്റെ ഈ ഒരു ഗ്ലോയി സൺസ്ക്രീനാണ് കേട്ടോ ഇത്. സോ ഗ്ലോ കിട്ടാനായിട്ട് നല്ലത് എൻ്റെ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ട്. കാരണം ചില സൺസ്ക്രീൻ ഞാൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ഭയങ്കര മാറ്റ് ആയിപ്പോൾ, ഒന്നും കൂടെ ഡ്രൈ ആൻഡ് പാച്ചി ആയിട്ട് ഫീൽ ആവും. സോ ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് ബെറ്റർ ആയിട്ടാണ് തോന്നിയത്. അപ്ലൈ കണ്ണിൻ്റെ ചുറ്റും അപ്ലൈ ചെയ്യണം കേട്ടോ, എന്തായാലും മാത്രമേ വല്ല അർത്ഥമുള്ളൂ. എനിക്ക് പെർഫ്യൂം ആഡ് ചെയ്യാമല്ലോ. ഓ, ഇതെൻ്റെ ഫേവറേറ്റ് സോൾ ദ ജനാറോ. ഇതാണ് വീടില്ലാത്തവർ മേടിക്കുമ്പോൾ. ഓക്കെ, ഇത് സോൾ ദ ജനാറോയുടെ ഈ ഒരു ബോഡി മിസ്റ്റ് കാരമൽ സോൾട്ട് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളതാട്ടാ. പിസ്താഷ്യോ, യെസ്, സോൾട്ടഡ് കാരമൽ. രക്ഷയില്ല, അടിപൊളി സ്മെൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതുപോലത്തെ. ഞാനിത് എപ്പോൾ അപ്ലൈ ചെയ്യും, എല്ലാവരും ചോദിക്കാറുണ്ട്. ആൻഡ് ഈ ഒരു പെർഫ്യൂമിൻ്റെ അത്രയും ആരും ചോദിച്ചിട്ടില്ല, ഇത് അത്രയും ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. ഏതാണ് ഐ ലവ് ഇറ്റ്. ഇത് കണ്ണ് കിട്ടി. हाँ पापा, चौड़ा कंडा रोटी चलेगा, भारी रखा था ना. हाँ मैं खा लूंगी, वांदा नहीं, मैं खा लूंगी. हाँ ऑफ कर दो. ലെറ്റ്സ് ഹാവ് അവർ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നലെ രാത്രി നിങ്ങൾ ഷെയർ ചെയ്തില്ല ചപ്പാത്തിയും കോളിഫ്ലവർ. യെസ്, അതാണ് എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. സാധാരണ നോർമലി ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. രാത്രി വന്നത് ഞാൻ രാവിലെ കഴിക്കും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് മമ്മി പാപ്പ ഈസ് ഹാവിങ് ഇഡ്ഡലി ആൻഡ് ചട്നി. ഒരാവശ്യമില്ല. എന്തിനാണ് നേരത്തെ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ഇറങ്ങുവാട്ടാ. ഞാൻ മോൻ കേട്ടോ, കാരണം ഓട്ടോനെ പോണം. ഇവിടെ ഊബർ ഓട്ടോ ഉണ്ട്. അപ്പൊ അതിനകത്ത് പോകുമ്പോഴേ മുടിയൊക്കെ പറക്കും, പിന്നെ മുഖത്തൊക്കെ കിടന്നു യു നോ വാട്ട്. അപ്പൊ കുറച്ച് പ്രൊട്ടക്ട്, ടാനിങ്ങും ഇല്ല, ആൻഡ് നമുക്ക് പ്രൊട്ടക്ഷനും കിട്ടും. ലെറ്റ്സ് ഗോ. സോഫ പ്രാർത്ഥിച്ച ചലോ. ഓം നമഃ ശിവായ. അയ്യോ, ഒന്നും കൂടി. അച്ഛാ, छोटे में निपट गया. हाँ, चाबी. അടിപൊളിയായത്. चलो, ओम नमः शिवाय. കണക്കുണ്ടാ ഉണ്ടല്ലേ പതുക്കെ. കസ്തൂർബയും ഗാന്ധിജിയും കൂടെ. ഞാൻ മുഖമൊക്കെ കെട്ടി വെടി വെക്കാൻ പോലെ. അല്ല, നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടാ. 9:10 നമ്മുടെ വണ്ടി. 9 മണി ആയിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. രണ്ടുപേരെ കാണിക്കണ. ഒരു കൊച്ചു കുറെ നേരമായിട്ട് ഇങ്ങനെ നോക്കി വെക്കായിരുന്നിട്ടാ. ഓൾറെഡി 9 മണി ആയിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പെപ്പട വണ്ടി വരും. ഈ വണ്ടിയാണ് ഗരീബ്. അതിനകത്ത് AC സ്ലീപ്പറും മാത്രമേ ഉള്ളൂ. കുറേ AC, കുറേ സ്ലീപ്പർ കോച്ചുള്ള വണ്ടിയാണ്. B10 ആട്ടോ നമുക്ക് കിട്ടിയേക്കണേ. നമ്മുടെ ട്രെയിൻ വന്നിട്ട് തുറന്നാ കയറിക്കോ. 10 മിനിറ്റ് ഇവിടെ ഹോൾട്ടാന്നും പറഞ്ഞ് 2 അനങ്ങളില്ല.
ഹോൾഡർ 10 മിനിറ്റ് അത് രണ്ടെണ്ണം അനങ്ങളില്ല. ആ കാണായിരുന്നു ആദ്യം അടിക്കേറി. അപ്പൊ അത് ആരും തുറന്നു വരണ്ട. ഈ സീറ്റ് തന്നെ ഒപ്പണം. ഇല്ലേ വാമേ? ഓക്കെ ഓക്കെ. അയ്യോ അത്ഭുതം വണ്ടി അല്ലേ? എന്റെ സീറ്റൊക്കെ ഡിഫറെന്റ് ആണല്ലോ. മമ്മി ഉണ്ടല്ലോ ഇവിടെ. അപ്പൊ ശരി പറഞ്ഞ പോലെ ബൈ. ഓക്കെ ചാവി ഇല്ലാണ്ട് മമ്മി പോവാൻ പോവാണ്. മമ്മി അവിടെ പോയിട്ട് അവരോട് പറയൂ ചാവി ഗയാ ഏക് ബാർ ദേ ദോ. പതപ്പൊക്കെ എടുത്തോ പപ്പയുടെ? ഇനി ഉണ്ടാവുമല്ലോ ബെഡ്ഷീറ്റ് ഒക്കെ. അതന്നെ അതന്നെ അവിടെ അതൊക്കെ എടുത്തോ. ശരി അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ. ഓം നമ ശിവായ. ബാഗ് ആരൊക്കെ കാണാലോ. ചലോ ठीक आजा. ബാഗ് അതാരും കൊണ്ടുപോകില്ല, ഇവിടുന്ന് കാണാലോ നമുക്ക്. ഇത് കയ്യിലെടുത്തേ അവിടെ ഇരിപ്പുണ്ട്. ആ സൈഡല്ലേ, ഇതിനൊരു കുറവൊന്നുമില്ല. പപ്പ റെയിൽവേയിലായതുകൊണ്ട് രക്ഷപ്പെട്ടല്ലേ. വണ്ടി ചലോ പപ്പ. ഓം നമ ശിവായ. ആ കാണുന്നുണ്ട് കണ്ടേ. പപ്പയെ കണ്ടുവിടതേനാ പപ്പ. ഓം നമ ശിവായ. ഓക്കെ ഗൈസ്, പപ്പയുടെ വണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കണേ. നമ്മുടെ ബാറ്ററി ലോ ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കിനി വീട്ടിൽ പോയിട്ട് കാണാം. ഹലോ, വൈകുന്നേരം ആണ്ടാ ഞാൻ ജിമ്മിലൊക്കെ പോയി വന്നു. ഇന്നെൻ്റെ ലെഗ് ഡേ ആയിരുന്നു, പക്ഷെ ഒന്നും ഫീൽ ആവണല്ലോ, ഒന്നും ചെയ്തില്ല എന്ന് തോന്നണം. പക്ഷെ ലെഗ് ഡേക്ക് എപ്പോഴും അങ്ങനെ ആദ്യത്തെ ദിവസം നല്ലോണം പറ്റിക്കും. നാളെ മറ്റന്നാൾ നമുക്കറിയാം ഗൈസ്. അപ്പോഴത്തേക്ക് തന്നെ ലെഗ് ഡേയുടെ നെക്സ്റ്റ് ഡേ എത്തൂട്ടെ. ആക്ച്വലി ഇന്ന് എന്താ ആഴ്ച? ഇന്ന് മൺഡേ അല്ലേ? ഞാൻ വിചാരിച്ച ആഴ്ച കഴിയാറായിരുന്നു. നോ, നമ്മുടെ ആഴ്ച തുടങ്ങിയിട്ടുള്ള വർക്കൗട്ടിന്റെ. സോ യെസ്, അപ്പൊ ഇപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേക്ക് ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നത്. കാരണം യു ഗൈസ് ഡോണ്ട് ബിലീവ്, ഞാൻ ഗുജറാത്തിൽ വന്നിട്ട് ഇപ്പൊ എനിക്ക് 1 കൊല്ലം ആവാറായി. നമുക്ക് 1 കൊല്ലം ആവാറായി. പക്ഷെ വീഡിയോനല്ലാണ്ട് ഞാൻ എന്താ പറയാ ഫേസ് മാസ്കേ ഇടുന്നില്ല ഗൈസ്. വാട്ട് ഈസ് ദിസ് ബിഹേവിയർ? നാട്ടിലൊക്കെ ഞാൻ റെഗുലർലി ഫേസ് മാസ്ക്, ഹെയർ മാസ്ക് ഇടുമായിരുന്നു. ഈ 2 കാര്യം എനിക്ക് ഇവിടെ വന്നിട്ടില്ല. നെഗ്ലിജിബിൾ ആയിപ്പോയി. നമുക്ക് ഇന്നൊരു ഫേസ് മാസ്ക് ഇടാട്ടാ. ആദ്യം തപ്പണ്ടി വരും, അത് വേറെ വരും. അതാണ് ഏറ്റവും വലിയ തലവേദന. ടാമറിൻഡ് കസ്തൂരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയും കസ്തൂരി മഞ്ഞളും. ഓക്കെ, അപ്പൊ ഫേസ് മാസ്ക് ഞാൻ അപ്ലൈ ചെയ്ത് പ്രത്യേകിച്ച് എനിക്കൊരു വ്യത്യാസം ഇപ്പൊ കാണുന്നില്ല. കാരണം ആ വ്യത്യാസം കാണണമെങ്കിൽ നാളെ ആവണം. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഇനി ഇത് കൂടുതൽ വ്ളോഗിനെ നീട്ടി വലിക്കണില്ല കേട്ടോ. നമുക്ക് ഡിന്നറിൽ ചപ്പാത്തിയും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. സോ ഞാനും മമ്മി എൻജോയ് ചെയ്യും, ഞാൻ കഴിക്കും. അതൊക്കെ തന്നെ ഇനി. കാരണം ഇത് എനിക്ക് അറിഞ്ഞൂടെ എത്ര വലിയ വ്ളോഗ് ആകുമ്പോൾ നിങ്ങൾ എന്നെ തല്ലിക്കളാതിന് മുന്നേ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ഞാൻ വെറുതെ വൈൻഡപ്പ് ചെയ്തില്ല, മമ്മി എടുത്ത് പോയിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ മമ്മി ബൈ പറഞ്ഞോ. നമ്മൾ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്ട. സോ നെക്സ്റ്റ് വ്ളോഗ് വെച്ച് നമുക്ക് വേഗം തന്നെ കാണാം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ആൾ. ബൈ. ക്യാമറയിൽ അടിച്ചോ.